ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3-4 ദിവസങ്ങളോളായില്ലേ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട്. അപ്പോൾ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എന്താ പറ്റിയത്, വീഡിയോ ഒന്നും ഇടാത്തത് എന്നൊക്കെ. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയി, സ്കൂൾ പൂട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് പോയി. ഒരു 2 ദിവസം മാത്രം ഞാൻ അവിടെ നിന്നിട്ട് പോന്നു കേട്ടോ. പിന്നെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു, പക്ഷെ എന്താ അറിയില്ല, ചെറിയൊരു മടിയും ഒക്കെ ആയിട്ട് പിന്നെ അമ്മച്ചിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മൂഡോ സിറ്റുവേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലൊക്കെ ആയിരിക്കുമല്ലേ, സ്കൂളും മദ്രസും പൂട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ചോറും അതുപോലെ തന്നെ തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പലതവണ പിന്നെ ഓട്ടട ഉണ്ടാക്കലുണ്ടെങ്കിലും ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടലുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം നല്ല പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഓട്ടട ചുടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ ചില വീഡിയോസ് തന്നെയാണ് കേട്ടോ. ഓരോ വീഡിയോകളിൽ കാണുന്നതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് ദോശ ചുടുന്നത് പോലെ ലൂസ് ആവാനൊന്നും പാടില്ല, പറ്റ ടൈറ്റും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഓട്ടടച്ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒഴിക്കുന്ന സമയത്ത് തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തന്നെ അടച്ചു വെക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ ഇങ്ങനെ ഹോൾസൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മൾ അടച്ചു വെക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ ഹോൾസ് വന്നപാടെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. അടച്ചു വെച്ചാൽ പിന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മിനിറ്റ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി തുറന്ന് നമുക്ക് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ബബിൾസൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് വേവാത്ത ആ ഒരു സെൻറ്റർ വേവാത്ത ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അധിക പേർക്കും ഓട്ടട പെർഫെക്റ്റ് ആവാത്തത് അങ്ങനെയാണില്ലേ, ഇങ്ങനെ എന്താ പറയുക, മാവ് പോലെ തന്നെ അങ്ങനെ കിടക്കും, ഇങ്ങനെ ഹോൾസ് ഒന്നും വരാതെ അങ്ങനെയാണില്ലേ ഈ ഓട്ടടേൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഓട്ടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബബിൾസ് പിന്നെ ഹോൾസ് വരാതെ അടച്ചു വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഓട്ടട പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ചട്ടി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ അടിഭാഗം ചെറുതായിട്ട് പോലും കളറ് മാറാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഓട്ടട ചട്ടി നമ്മൾ ചുടുന്നതിന് മുമ്പ് അതിൽ കുറച്ച് അരി വറുക്കുകയാണെങ്കിൽ, അധികമായിട്ടൊന്നും വേണ്ട, ഒരു നുള്ള് അരി വറുത്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടും കളറ് പിന്നെ മാറാത്ത ഒരു സ്ഥിതി ഉണ്ടാവും എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടട ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, തീയിൻ്റെ തന്നെയാണ്. നമ്മൾ ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കണം. അതുപോലെ തന്നെ ബബിൾസൊക്കെ വന്നതിന് ശേഷം അടച്ച് വെക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓട്ടട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയും കറിയൊക്കെ കുറച്ച് ബീഫൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം നമ്മുടെ സക്കിയക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളവും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം രാവിലെയൊക്കെ നല്ല തണുപ്പാണല്ലോ അല്ലേ. അപ്പം ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ അവൾക്ക് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കൽ. നമ്മൾ പിന്നെ ചൂടാക്കാനൊന്നും നിൽക്കലില്ല. പിന്നെ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് അവൾക്ക് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് പെട്ടെന്ന് വന്ന് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുക
കൊടുക്കുകയാണ്. അവൾ എണീറ്റ ഉടനെ തന്നെ ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കലുണ്ട്. കാരണം നമുക്കൊരു റൂം ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അത് നോക്കാതെ ഞാൻ കിച്ചണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാര്യം മറന്നു പോകും. അപ്പോൾ അതിന് മുന്നേ തന്നെ അവൾ എണീറ്റ ഉടനെ തന്നെ ഞാൻ ഓടി വരും ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷെഫീഖുള്ള സമയത്താണെങ്കിൽ ഞാൻ എന്തെങ്കിലും കിച്ചണിലൊക്കെ തിരക്കൊക്കെ ആണെങ്കിൽ ഷെഫീഖ മടക്കി വെക്കും കേട്ടോ. എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും അത് ക്ലീൻ ആക്കിയിട്ട് അവിടെ മടക്കി വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാരൊക്കെ ചെയ്യലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ സക്കിയക്കുട്ടി ഇവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്ത ഉടനെ തന്നെ അവളുടെ പരിപാടിയാണ് കേട്ടോ ഇത്, സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ കുറേ സമയം പിന്നെ അവിടെ പോവും. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇരിക്കുകയാണെങ്കിൽ കുറേ ടൈം അങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ വീണ്ടും അവളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു കവറൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു പാത്രം നിറയെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതൊക്കെ അവിടെ ഒരൊറ്റ കൊട്ടലാണ്. പിന്നെ അത് കൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളൊരു സ്ഥലം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഒരു പിന്നെ കവർ എടുത്ത് കൊടുത്തിട്ട് നിനക്ക് വേണ്ടത് മാത്രം ഇതിലേക്ക് ഇട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് പെറുക്കാൻ തന്നെയാണ് ടൈം ഉണ്ടാവുള്ളൂ. ഏത് സമയം അത് എടുക്കുക, അത് മുഴുവനും കൊട്ടുക, എന്നിട്ട് അതിൽ കയറി ഇരിക്കുക, അതാണ് പരിപാടി. Okay, Mama. This is sister. Okay. My brother is office. Sister is office. Okay. Oh, sure. Okay. അപ്പോൾ അവൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് കോൾ വന്നതാണ് കേട്ടോ. ഫുൾ ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു സംസാരം. ഞാൻ അവൾ അറിയാതെ പെട്ടെന്ന് ക്യാമറ ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്തതാണ്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളതൊന്നും നിൽക്കും കേട്ടോ. അതിൻ്റെ മുന്നേയൊക്കെ ഫുള്ള് സംസാരത്തിലായിരുന്നു. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതൊരു രസമാണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ പിന്നെ എൻ്റെ പണിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വെക്കേഷനിൽ പ്രത്യേകം എനിക്ക് ഞാൻ അടക്കമുള്ള പാരൻസിനോട് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ കുറേ മക്കളൊക്കെ ഉള്ളിടത്ത് അടിയും പിടിയും ഒരു യുദ്ധക്കളം തന്നെ ആയിരിക്കില്ലേ. വീടൊക്കെ തലകുത്തനെ മറിച്ച് വെക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇതൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ നടുക്കിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ അവരെ അടിക്കലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാവിൽ എന്താണ് വീണ് പോണതെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയായിരിക്കും അല്ലേ. അപ്പോൾ കഴിയുന്നതും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നാവ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ചുരുക്കി പറഞ്ഞാൽ ഒരു ശാപവാക്ക് പോലും നമ്മളെ കുട്ടികളെ എതിരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്, പറയരുത്. നമ്മളെ നാവിൽ നിന്ന് വീഴുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പം നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും ഒരിക്കലും മക്കൾക്കെതിരെ നമ്മൾ ദുആ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്നാണ് കേട്ടോ പറയുക. മക്കളാണ്, അവർ ചിലപ്പം വികൃതികൾ കാണിക്കും, അരുതാത്തത് കാണിക്കും, ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ സങ്കടം കൊണ്ട്, വിഷമം കൊണ്ട്, ദേഷ്യം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അവർക്കെതിരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനയും ദുആവും ഒക്കെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക ഒരു സമയമുണ്ട് ഇല്ലേ. ആ സമയത്താണ് നമ്മളെ നാവിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകളൊക്കെ വീണ് പോകുന്നത് എങ്കിൽ കഴിഞ്ഞ തന്നെയാണ് കാര്യം. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളെ മക്കളെന്താ നന്നാവാത്തത് എന്നൊന്നും പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളെ നാക്കിൽ നിന്ന് ഒരിക്കലും മക്കളോട് ശാപവാക്കുകളൊന്നും നമ്മൾ പറയരുത്. പിന്നെ നമ്മൾ എന്തൊക്കെ അനുഭവിക്കുകയാണെങ്കിലും അത് നമ്മളെ മക്കളെ മേലിൽ ഒരിക്കലും തീർക്കരുത് കേട്ടോ. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വലിയ അലമ്പുകളൊക്കെ കാട്ടി നടക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഉണ്ടാവില്ലേ. അവരെ പടച്ചോനെ നന്നാക്കണേന്ന് മാത്രം നമ്മളെപ്പോഴും പടച്ചോനോട് ദുആ ചെയ്തുകൊണ്ട് നടക്കുക. അത്രയ്ക്ക് നമ്മൾ വിഷമിച്ചാലും അവർക്കെതിരെ നമ്മൾ ദുആ ചെയ്യാതിരിക്കുക കേട്ടോ.
നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രത്യേകം പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഇത്. നമ്മുടെ മക്കൾ എന്ത് നന്ദികേട് കാണിക്കുകയാണെങ്കിലും അരുതാത്തത് കാണിക്കുകയാണെങ്കിലും അവർക്കെതിരെ ദുആ ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് പൊറുക്കലിനെ തേടുക. അത്രക്കും ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണിത്. നമുക്കത് നിസ്സാരമായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഇടങ്ങേറും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് നമ്മൾ മനുഷ്യന്മാരാണല്ലോ അല്ലേ, വന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ പടച്ച റബ്ബിനോട് നമ്മൾ പൊറുക്കലിനെ തേടുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കേട്ടോ അത്. നമുക്ക് ഇത് നിസ്സാരമായിട്ട് തോന്നിയേക്കാം. അപ്പോൾ അതാ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സക്കിയക്കുട്ടീൻ്റെ നഖമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇനി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ ഫോണിൽ കൂടുതൽ എടുക്കാനുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.